BJPയും LDFും തമ്മിലുള്ള ഡീലിന്റെ ഭാഗമാണ് എന്ന് വരുത്താനാണ് അവർ ശ്രമിച്ചിരുന്നത്. വ്യാപകമായ പ്രചരണം അതിന്റെ ഭാഗമായി അഴിച്ചുവിടുകയും ചെയ്തു. കേരളം ജനവിധിയിലൂടെ UDFന്റെ കയ്യിലേക്ക് ഭരണം മാറുന്ന ദിവസം വരെ ഇതേ നിലപാട് തന്നെയാണ് അവർ സ്വീകരിച്ചിരുന്നത്. അത് PM ശ്രീ എന്നത് ശക്തമായി എതിർക്കുന്നു. കഠിനമായിട്ട് പരാമർശങ്ങൾ നടത്തിയവരുണ്ട്. അറബിക്കടലിലേക്ക് വലിച്ചെറിയുന്നൊക്കെ പറഞ്ഞവരുണ്ട്. ഞങ്ങൾ വന്നാൽ ഇത് LDF BJP ഡീലിന്റെ ഭാഗമാണ് എന്നെല്ലാം നിലപാടെടുത്തവര് ഗവൺമെന്റ് തങ്ങളുടെ കയ്യിലായതോടെ പഴയ നിലപാടുകളിൽ നിന്ന് തീർത്തും തകിടം മറിയുന്ന കാഴ്ചയാണ് കണ്ടത്. അത് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയുമെല്ലാം പിന്നീട് PM ശ്രീ നടപ്പാക്കുന്നതിന്റെ വാദങ്ങൾ അവതരിപ്പിക്കുന്ന നിലയാണ് വന്നത്. ഇവിടെ അതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ തർക്കങ്ങളുണ്ടായി, വിവിധ പ്രശ്നങ്ങൾ ഉയർന്നു വന്നു. എന്നാൽ UDFന്റേതായ ഔദ്യോഗിക നിലപാട് പുറത്തു വന്നിരുന്നില്ല. അതായത് UDF യോഗം ചേർന്ന് UDFന്റെ ഉന്നതാധികാര സമിതി യോഗം ചേർന്ന് അവരുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നില്ല. ആ യോഗമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. അങ്ങനെ PM ശ്രീ പദ്ധതി നടപ്പാക്കുക എന്നതാണ് അവരംഗീകരിച്ച നിലപാട്.